ശ്രീനിയേട്ടന് വേണ്ടത് അതൊന്നുമായിരുന്നില്ല. കുറച്ച് പണത്തിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ. അന്തസ്സും അഭിമാനവും വിറ്റ് കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചത്. പിന്നീടാ ഞാൻ ശ്രീനിയേട്ടന്റെ കളികളൊക്കെ അറിയുന്നത്. ഷർട്ടും മുണ്ടും മാറുന്ന പോലല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള്. സാരമില്ല, എനിക്ക് പരാതിയൊന്നുമില്ല. എല്ലാം എന്റെ വിധി. എങ്കിലും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനിയേട്ടനെ. എന്റെ രംഗം ഞാൻ കലക്കി. ഇനി കളി ഹേമയുടെ. വേച്ചിട്ട് റെഡിയാക്കും. ജിനു, 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 ജിനു എന്തേ? ആശുപത്രി പോയി. ഓ ഗോഡ്, ആശുപത്രിയില്ലോ? 11 മണിക്ക് എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചത്? ഹലോ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടർ ശ്രീനിവാസൻ എന്ന് കിട്ടുമോ? ഓപ്പറേഷൻ തിയേറ്ററിലോ? ജൂലിയൻ വിളിച്ചെന്നൊന്ന് പറഞ്ഞേക്കണേ. അശോക്, എന്താ അശോക്, ആ ചീന് പറ്റിച്ച പണി കണ്ടില്ലേ? 11 മണിക്ക് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്റർ കയറി ഇരിക്കുക. അതെ അതെ അതെ, ലീവ് കഴിഞ്ഞു. ഇന്നോട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എന്നാൽ എനിക്ക് പറ്റിയ അമളിയെ കൽക്കട്ടയിലെ സേട്ട് ചോളയെ വന്ന് താമസിക്കുന്നുണ്ട്. വരാവോന്ന് എന്നോട് ചോദിച്ചതാ. ഇപ്പൊ അതും പോയി ഇതും പോയി. ഇനി കാണട്ടെ. കിസ് കൊടുക്കാൻ പോണ പോലെ പോയിട്ട് ചീനിന്റെ കവിള് ഞാനങ്ങ് കടിച്ചു പറിക്കും.